ഞങ്ങളൊന്നിലും കോർപ്പറേഷനിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ ചാരിറ്റിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് അവർ ഓൺ മണി. ഇപ്പോൾ നമ്മൾ ബിഹേവ് നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ നാട്ടിൽ ഉദ്ദേശിച്ചു. ഇനി നമ്മൾ സ്വന്തം നാട്ടിന് വേണ്ടി നമ്മളെ കയ്യിലുള്ളവർ നമ്മളോട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ട്. മാൻ പവർ എത്തിക്കാൻ പറ്റും, ഐഡിയ എത്തിക്കാൻ പറ്റും, ടെക്നോളജി എത്തിക്കാൻ പറ്റും. ഇവിടെ ആദ്യം വേണ്ടത് കംപ്ലൈൻസാണ്. കംപ്ലൈൻറ്റ് സ്റ്റഡി, കംപ്ലൈൻറ്റ് ചെയ്യാം, പേപ്പർ വർക്ക് ചെയ്യണം. അപ്പോൾ ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എക്സ്പെർട്സും ജോയിൻ ചെയ്യാം, പ്രൊഫഷണൽ ജോയിൻ ചെയ്യാം. പക്ഷേ നമ്മൾ ലിമിറ്റഡ് ടു ട്രിവാൻഡ്രം കോർപ്പറേഷൻ, അത് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ താമസിക്കുന്നവർ മാത്രം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് IT സെക്ടർ, ഇതിൻ്റെ അകത്ത് നമ്മൾ മെഡിക്കൽ സൊസൈറ്റി, ഇപ്പോൾ ഡോക്ടേഴ്സ് സംഘടനയുണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അലുമിനി അവിടെയുണ്ട്. ഇത് ട്രാൻസ്ഫർ, ഇതൊരു പ്രൊഫഷണൽ സൊസൈറ്റി ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഇതൊരു മോഡൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് കേരളത്തിൽ. ഇങ്ങനെ ഒരു സൊസൈറ്റി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പ്രചരണ രംഗത്ത് ഉപയോഗിച്ച ഒരു പ്രധാന വാചകമാണ് വികസിത കേരളം എന്ന് പറയുന്നത്. എന്നാൽ അതേ രീതിയിലുള്ളൊരു വാചകം ഉപയോഗിച്ചുകൊണ്ട്, അതായത് വികസിത അനന്തപുരി എന്നുള്ള വാചകം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ, തിരുവനന്തപുരത്തിൻ്റെ സമഗ്ര വികസനത്തിനുമായി മറ്റുമായി അത്തരത്തിലൊരു പേര് വിനിയോഗിച്ചുകൊണ്ടൊരു സംഘടന നിലവിലിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത്. അതിൻ്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് വികസിത അനന്തപുരി ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. തലസ്ഥാനത്തിൻ്റെ ഭാവി വികസനം എങ്ങനെയായിരിക്കണം എന്നതുൾപ്പെടെയുള്ളവ വലിയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഇത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിലവിലിപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ് ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായ ബിനോയ് ശശി. ഞങ്ങൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന പ്രവാസികൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ദുബായ് സെറ്റിൽഡാണ്. ഇപ്പോൾ എൻ്റെ ഉദാഹരണം, ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ 94 യൂണിവേഴ്സിറ്റി കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം വിട്ടതാണ്. അപ്പോൾ ഇതേപോലെ എന്നെപ്പോലെ ഒരുപാട് പേര് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ തന്നെ ഞങ്ങൾ ദുബായിലുണ്ട്. ഞങ്ങൾക്ക് ആളുമായിട്ട് കൂട്ടായ്മയുണ്ട്. അപ്പം നമ്മൾ ബഹേനിൽ ഞങ്ങൾ തിരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എന്നാണോ ഇവിടെ വിട്ടത് ആ റീസൺസ് അത് തന്നെ ഇപ്പോഴുണ്ട്. അന്ന് നമ്മൾ തമ്പാൻ്റെ പോയ വെള്ളപ്പൊക്കമുണ്ട്, ഈ പറഞ്ഞ പോലെ നമുക്ക് വികസനമില്ല, ഇവിടെ ഇൻഡസ്ട്രി ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ വർഷങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞ് പോകുന്തോറും നമ്മൾ ഫെസിലിറ്റീസ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഫെസിലിറ്റീസ് ദുബായിലും സിംഗപ്പൂരിലൊക്കെ. അപ്പം നമുക്കിപ്പം ഞങ്ങൾ ബിഹൈൻഡ് അതായത് റിട്ടേൺ ബാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി. അങ്ങനെയാണ് ഞങ്ങൾ മേയർ രാജേഷ് ജി മേയറാവും മുമ്പേ തന്നെ പുള്ളി ദുബായി വന്നിരുന്നു. ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ പുള്ളിയുടെ വിഷൻസ് എല്ലാം പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞു യു ഹൗ വി ക്യാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങളും എല്ലാവരും ആലോചിച്ചപ്പം ഓരോരുത്തരെ ഓരോ ഫീൽഡ് എക്സ്പെർട്ടൈസാണ് നമ്മുടെ എല്ലാവരും. ഞാൻ ലീഗൽ ഫീൽഡ് എക്സ്പെർട്ടൈസാണ്. ഞാൻ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റാണ്. എനിക്ക് ദുബായ് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ഞാൻ ലീഗൽ ഫീൽഡ്, ഇതുപോലെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഫീൽഡുണ്ട്, കംപ്ലയിൻസ് ഫീൽഡുണ്ട്, എല്ലാം ഏവിയേഷനിലുണ്ട്, മാരിടൈമിലുണ്ട്. എല്ലാ എക്സ്പേർട്സും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നമ്മൾ സ്വയമേധ ഞങ്ങൾ ഇനി തിരിച്ച് ട്രിവാൻഡ്രം കോർപ്പറേഷനിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അവ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻസ്, ഫീസിബിൾ സ്റ്റഡി, കൺസൾട്ടൻസി, ഇതെല്ലാം അബ്സൊല്യൂട്ട്ലി ഫ്രീ. ഞങ്ങളൊന്നിലും കോർപ്പറേഷനിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ ചാരിറ്റിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ദിസ് ഇസ് അവർ ഓൺ മണി. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ട്രിവാൻഡ്രം കോർപ്പറേഷൻസ് ജനങ്ങൾ വയ്ക്കുന്നത്, ഇതിനുകൊണ്ട് ഞങ്ങളിവിടെ പാർട്ടിസിപ്പേഷൻ വേണം, അതായത് ഞങ്ങൾ പ്രവാസികൾ. അപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം അതിന് വേണ്ടി. അതാണ് നമ്മൾ ഈ വികസനത്തിലും ഗ്ലോബൽ ഫൗണ്ടേഷൻ്റെ ഉദ്ദേശം. ഇത് നേരത്തെ ഇവിടെ ട്രാവൻകൂർ സൊസൈറ്റീസ് ആക്റ്റും ചാരിറ്റബിൾ ആക്റ്റും കൊച്ചി ആക്റ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ അതെല്ലാം ചേർന്ന് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 2025 വന്നു. ഈ ആക്ടിൻ്റെ കീഴിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ഇന്നാണ് അതിൻ്റെ ഔദ്യോഗിക മറ്റുള്ള ബിൽഡിങ്ങിന് ഉദ്ഘാടനം നമ്മൾ പ്രവർത്തനം നമ്മൾ നേരത്തെ ഉണ്ട്. ഞങ്ങൾ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തേ ഉള്ളൂ. ഇതാണ് ഇപ്പം നമ്മൾ ഇന്ന് ദിവസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉദ്ഘാടന ദിവസമാണ്. വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനം സജീവമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വരും. അപ്പോൾ ആ ഒരു മേഖലയെ എങ്ങനെ വികസിപ്പിക്കാം, അല്ലെങ്കിൽ അതിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് സംഘടന വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അനന്തപുരി അസോസിയേഷനിൽ തന്നെ ഞങ്ങൾ ദുബായാണ് ആദ്യത്തെ മാരിടൈം ഹബ്ബ്, നിങ്ങൾക്കൊക്കെ അറിയാം, സിംഗപ്പൂർ. അവിടെ ഡെവലപ്പ് ചെയ്തത് അതിൽ ഏറ്റവും കൂടുതൽ മലയാളി സിനിമകളുണ്ട്. അതിൽ ട്രിവാൻഡ്രത്തുള്ളവർ മാത്രം ഞങ്ങൾ
കുറേ ടീമുണ്ട്. അത് അവരുടെ ലോജിസ്റ്റിക്സ് ഉണ്ട്, അവരുടെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്തവരാണ്. അവർ എല്ലാവരും ചേർന്നിട്ട് അവിടെ സെമിനാർസ് കണ്ടക്ട് ചെയ്തു. അതുപോലെ ഇവിടെ അവർ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ട് അവരെ ഏറ്റെടുക്കുകയാണ്. അതായത് അവർക്ക് ഇവിടെ ചെയ്താൽ മതി. പക്ഷേ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ആ വിജയത്തിൻ്റെ എല്ലാ, കാരണം ഇത് എക്സ്പീരിയൻസ് വേണം. നമ്മൾ വിജയം ഇപ്പോൾ നിങ്ങൾക്ക് വന്നു, ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ താമസിക്കുന്ന ആൾക്കാർക്കും നോക്കിക്കൊണ്ടിരിക്കാനൊക്കത്തുള്ളൂ. ദേ കനോട്ട് ഡു എനിത്തിങ്. കാരണം അത് അറിയണ്ടേ. ആ സമയം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളവർ. ദുബായിലും സിംഗപ്പൂരും ഈ പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബിഹൈൻഡ് നാട്ടിൽ ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ വിദേശത്ത് പോയി. ഇനി നമ്മൾ സ്വന്തം നാട്ടിന് വേണ്ടി നമ്മളെ കയ്യിലുള്ളവർ നമ്മളോട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അതിന് മനസ്സുള്ള ആൾക്കാരാണ് നമ്മൾ ഈ അനന്തപുരി ഫൗണ്ടേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തുടങ്ങി വെച്ചു. ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫീൽഡിലുള്ള അവരും ചെയ്താൽ മതി. അപ്പോഴേക്കും കൂട്ടായ്മയാകുമ്പോൾ എല്ലാ മേഖലകളും വികസിപ്പിക്കാൻ പറ്റും. മാൻ പവർ എത്തിക്കാൻ പറ്റും, ഐഡിയ എത്തിക്കാൻ പറ്റും, ടെക്നോളജി എത്തിക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ ചാരിറ്റി ചെയ്യേണ്ടത് തന്നെ ഫണ്ട് വേണം. ഫണ്ട് ചാരിറ്റി ചെയ്യാൻ പറ്റത്തില്ല. വിദേശ പ്രവാസികൾക്ക് ഫണ്ടുണ്ട്. ദേ ക്യാൻ പുട്ട് ദെയർ മണി, ഡു ഇറ്റ്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. വിഴിഞ്ഞത്തെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൃത്യമായി, അതായത് ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണോ ചെയ്യുന്നത്? ഇല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആ നമ്മളൊരു വിദേശത്തൊരു മലയാളി ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം വേണ്ടത് കംപ്ലൈൻസാണ്. കംപ്ലൈൻസ് സ്റ്റഡി, കംപ്ലൈൻസ് ചെയ്യണം, പേപ്പർ വർക്ക് ചെയ്യണം. ഇവർക്ക് ഒരു ഓഫീസിൽ പോയി അല്ലെങ്കിൽ ആ ഓഫീസിൽ പോയി ഈ ഓഫീസിൽ പോയി ഒരു ഇപ്പോൾ എടുക്കാണ്ട് ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. കാരണം കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലൈൻസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പ്ലസ് ചില കൺസൾട്ടൻസി കൊടുക്കും. അപ്പോൾ ഇതിന് തന്നെ എക്സ്പേർട്സ് ഉണ്ട് നമ്മൾ. അപ്പോൾ ഏത് ഫീൽഡിലാണോ അയാളുടെ എക്സ്പേർട്സ് അയാളായിരിക്കും ആ അഡ്വൈസ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ അബ്സൊല്യൂട്ട്ലി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എക്സ്പെർട്സും ജോയിൻ ചെയ്യാം, പ്രൊഫഷണൽ ജോയിൻ ചെയ്യാം. പക്ഷേ നമ്മൾ ലിമിറ്റഡ് ടു ട്രിവാൻഡ്രം കോർപ്പറേഷൻ മാത്രം, അതായത് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ താമസിക്കുന്നവർ മാത്രം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ കേരള വൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള മാത്രം. അപ്പോൾ അവർക്ക് വിഴിഞ്ഞ പ്രോജക്റ്റ് വരും, ഇതിൻ്റെ അകത്ത് IT സെക്ടർ വരും, ഇതിൻ്റെ അകത്ത് നമ്മൾ മെഡിക്കൽസ് വരും. ഇപ്പോൾ ഡോക്ടേഴ്സിന് സംഘടനയുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അലുമിനി അവിടെയുണ്ട്, ദുബായിലുണ്ട്, ഡോക്ടേഴ്സ് സംഘടനയുണ്ട്. അപ്പോൾ അവരുടെ സംഘടന കൂട്ടായിട്ടായിരിക്കും അവർ തീരുമാനിക്കുന്നത് അവരുടെ മേഖലയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വികസനത്തിന് ഗ്ലോബൽ ഫൗണ്ടേഷൻ ലീഗലൈസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആണ്. ആർക്ക് മീഡിയയ്ക്ക് വന്നിട്ട് ഇവിടെ ഏത് സമയത്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഞങ്ങളെ ബയല ഉണ്ട്, യു ക്യാൻ റീഡ്. ഞങ്ങളുടെ മിനിറ്റ്സ് മീറ്റിംഗ് ഉണ്ട്, യു ക്യാൻ റീഡ്. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഓപ്പൺ ആണ്, യു ക്യാൻ ചെക്ക്. ബെനിഫിഷ്യറീസിന് ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം ബെനിഫിറ്റഡ് ഹൗ. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതൊരു പ്രൊഫഷണൽ സൊസൈറ്റി ആയിട്ട് ഞങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് ഇതൊരു മോഡൽ ആയിട്ട് കാണിക്കാൻ പോവുകയാണ് കേരളത്തിൽ. ഇതൊരു ഫസ്റ്റ് മോഡലാണ്. ഇങ്ങനെ ഒരു സൊസൈറ്റി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സൊസൈറ്റിൻ്റെയൊക്കെ ആൾക്കാർ എന്താണ് വരുന്നത് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. മറ്റേ സൊസൈറ്റിയിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് തന്നെയാണ് ആൾ ചേർന്ന് പോയിട്ട് അല്ലേ. ഇത് സൊസൈറ്റിയിൽ എത്ര കൊടുക്കാൻ പറ്റുന്നതാണ് ചേരേണ്ടത്. ദാറ്റ് ഇസ് ഡിഫറൻസ്. കാരണം ഇവിടെ സൊസൈറ്റിയിൽ മെമ്പേഴ്സ് എല്ലാം NRIs ആയതുകൊണ്ട് ദേ ഹാവ് മണി. അവർക്ക് ഇങ്ങോട്ട് വേണ്ട ആവശ്യമില്ല. ദേ ആർ റെഡി ടു ഇങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണ്. അതാണ് ഡിഫറൻസ്. ഈ രണ്ട് സൊസൈറ്റിയിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ സൊസൈറ്റി ആക്ടിലാണ് വരണമെങ്കിലും വാട്ട് വി ആർ ഡൂയിങ് വി ആർ ഗീവിങ്, നോട്ട് ടേക്കിങ്. ഈ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഭാവി തിരുവനന്തപുരത്തെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ അപ്പോൾ 4 സെക്ടേഴ്സിലെ പ്രോജക്ട്സിൽ എക്സ്പേർട്സായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. പിന്നെ കോർപ്പറേഷൻ ഡയറക്റ്റായിട്ട് പല സ്റ്റേറ്റിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യും. പ്ലസ് നമ്മളെ ഭാഗത്തുനിന്ന് പ്രൊഫഷണൽസ് തന്നെ വിദേശത്തുള്ള ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെയാണ്. കാരണം അകത്ത് ആൾറെഡി കോർപ്പറേഷൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ആൾറെഡി നമ്മൾ ആ റോളിന് ആവശ്യമില്ല. പക്ഷേ വിദേശത്തു നിന്ന് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കോർപ്പറേഷനിൽ കൗൺസിലേഴ്സ് ആണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് അതിലെടുക്കാം ബെറ്റർ ഏതാണ്, അവർക്ക് ഐഡിയ കിട്ടും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോമായി ഇവിടെ വന്ന് നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എന്താണോ വേണ്ടതെന്നുള്ളത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫൗണ്ടേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാ വികസനവും വരും, എല്ലാ സെക്ടറും വരും ഇതിൻ്റെ അകത്ത്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിലവിലിപ്പോൾ തലസ്ഥാനത്ത് ആരംഭിച്ചത് മുതൽ വലിയ വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് കേരള സർക്കാർ ഉൾപ്പെടെ
നിലവിലുള്ള നിരവധി പ്രൊജക്റ്റുകളെ നോക്കിക്കാണുന്നത്. തലസ്ഥാനത്തെ സംബന്ധിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും വരാനുണ്ട്. വിഴിഞ്ഞം വന്നിരിക്കുന്നു, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇനിയും തലസ്ഥാനത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞു പോയാൽ തലസ്ഥാനത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം എന്നതുൾപ്പെടെയുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ, ഗ്ലോബൽ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.